ഹായ് ഓൾ. സോ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് CPCയിലെ സെക്ഷൻ 80 ആണ്, നോട്ടീസ്. സോ നമ്മളൊരു ഗവൺമെൻറ്റിനെതിരെ ഒരു സ്യൂട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഗവൺമെൻറ്റിന് 2 months പ്രയർ നോട്ടീസ് കൊടുക്കണമെന്ന് പറയുന്നൊരു സെക്ഷനാണ് സെക്ഷൻ 80 CPCയിൽ. നോട്ടീസ് മസ്റ്റായിട്ട് നമ്മൾ പ്രയർ നോട്ടീസ് കൊടുത്തിരിക്കണം. സോ ഇൻ കേസ് ഓഫ് എ സ്യൂട്ട് അഗെയിൻസ്റ്റ് സെൻട്രൽ ഗവൺമെൻറ് ആണെങ്കിൽ നോട്ടീസ് കൊടുക്കേണ്ടത് ഗവൺമെൻറ്റിന് സെക്രട്ടറിക്കാണ് നമ്മൾ നോട്ടീസ് കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ റെയിൽവേ ആയിട്ട് ബന്ധപ്പെട്ടാണെങ്കിൽ ജനറൽ മാനേജർ ഓഫ് ദാറ്റ് റെയിൽവേക്കും, അതുപോലെ തന്നെ ഇഫ് ദ സ്യൂട്ട് ഈസ് അഗെയിൻസ്റ്റ് ഗവൺമെൻറ് ഓഫ് ദ സ്റ്റേറ്റ് ഓഫ് ജമ്മു ആൻഡ് കാശ്മീർ ആണെങ്കിൽ ചീഫ് സെക്രട്ടറി ടു ദാറ്റ് ഗവൺമെൻറ്. ഇനി അതല്ല ബാക്കിയുള്ള ഏതെങ്കിലുമൊക്കെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിനാണെങ്കിൽ സെക്രട്ടറി ടു ദാറ്റ് ഗവൺമെൻറ്റിനാണ് നോട്ടീസ് കൊടുക്കേണ്ടത്. 2 months പ്രയർ നോട്ടീസ് കൊടുത്തിരിക്കണം. ഇനി അതല്ല പബ്ലിക് ഓഫീസർക്കാണ് നമ്മൾ ഈ സ്യൂട്ട് എഗെയിൻസ്റ്റ് എ പബ്ലിക് ഓഫീസർ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് നേരിട്ട് ഡെലിവർ ചെയ്യുക, അതല്ലെങ്കിൽ അവരുടെ ഓഫീസിലേക്ക് ഈ പറയുന്ന നോട്ടീസ് ഡെലിവർ ചെയ്തിട്ട് ഉണ്ടായിരിക്കണം. ദെൻ സെക്ഷൻ 80 clause 2 പറയുന്നത് ഒരു എക്സെപ്ഷനാണ്. ഈ പറയുന്ന നോട്ടീസ് അർജൻറ്റ് അഥവാ ഇമ്മീഡിയറ്റ് റിലീഫ് ഒബ്റ്റെയിൻ ചെയ്യേണ്ട ഒരു സ്യൂട്ടിലാണെന്നുണ്ടെങ്കിൽ നോട്ടീസിൻ്റെ ആവശ്യമില്ല എന്നാണ് പറയുന്നത്. സോ ഇത് പ്രകാരം court will check whether there is an urgent or immediate relief, and if the court is satisfied there is an urgent or immediate relief, then it will allow the suit to be instituted without a notice to be delivered to the government or public officer. So ഇനി അർജൻറ്റ് അല്ല, അതല്ല ഇമ്മീഡിയറ്റോ അർജൻറ്റോ അല്ല എന്ന് തെളിയുവാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന 80 clause 1 പ്രകാരം നോട്ടീസ് ഡെലിവർ ചെയ്തതിന് ശേഷം മാത്രമേ സ്യൂട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ട് കോർട്ട് പെർമിഷൻ കൊടുക്കുകയുള്ളൂ. ദെൻ സെക്ഷൻ 80 clause 3 പറയുന്നത് നോ സ്യൂട്ട് ഷാൽ ബി ഇൻസ്റ്റിറ്റ്യൂട്ടഡ് അഗെയിൻസ്റ്റ് എ ഗവൺമെൻറ് ഷാൽ ബി ഡിസ്മിസ്ഡ് ഓൺ ഡീഫോൾട്ട് ഓൺ ദി ഡിഫക്റ്റ് നോട്ടീസ്ഡ് എന്ന ഡെലിവേർഡ് നോട്ടീസ്. അപ്പോൾ ഈ പറയുന്ന നോട്ടീസ് ഡെലിവർ ചെയ്തതിനകത്ത് എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു റീസൺ വെച്ചിട്ട് സ്യൂട്ട് ഡിസ്മിസ് ചെയ്യാൻ പറ്റില്ല എന്നാണ് സെക്ഷൻ 80 clause 3 പറയുന്നത്. അതുപോലെ തന്നെ നോട്ടീസിനകത്ത് കോസ് ഓഫ് ആക്ഷൻ ഡിസ്ക്രൈബ് ചെയ്തിരിക്കണം, റിലീഫ് എന്താണ് ഡിസ്ക്രൈബ് ചെയ്തിരിക്കണം, അതുപോലെ തന്നെ പ്ലെയിൻറ്റിഫിൻ്റെ റെസിഡൻസ്, നെയിം ആൻഡ് ഡിസ്ക്രിപ്ഷനും ക്ലിയർ ആയിട്ട് ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഈ പറയുന്ന ഒരു ഡിഫക്റ്റ് ക്യൂറബിൾ ആയിട്ടുള്ള ഡിഫക്റ്റാണ്. അതുകൊണ്ട് തന്നെ സ്യൂട്ട് ഇങ്ങനൊരു ഡിഫക്റ്റ് വന്നു എന്ന് പറഞ്ഞ് ഡിസ്മിസ് ചെയ്യാനായിട്ട് ആസ് പെർ സെക്ഷൻ 80 clause 3 അധികാരം ഉണ്ടാകില്ല എന്നാണ് പറയുന്നത്.